So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആണ്. Okay, John Teller distortion. As the name suggests, it is a distortion. Distortion in geometry. ഒരു റെഗുലർ ജോമെട്രിയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ആണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീജനറസി റിമൂവ് ചെയ്യുന്നത് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് മെയിൻലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ള സെൻട്രോസിമെട്രി ഉള്ള മോളിക്യൂൾസിലാണ് നമ്മളിത് മെയിൻലി ഒബ്സർവ് ചെയ്യുന്നത്. ഒബ്സർവ്ഡ് ഇൻ നോൺ ലീനിയർ ആൻഡ് centrosymmetric molecules to reduce symmetry and also to remove degeneracy. Okay, thereby lowering the energy of the whole system. അപ്പോൾ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത്. നോൺ ലീനിയർ ആയിട്ടുള്ള എന്നാൽ സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള ടൈപ്പ് ഓഫ് മോളിക്യൂൾസിലാണ് നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എനർജി ലെവൽസിന്റെ ഡീജനറസി അങ്ങ് നഷ്ടപ്പെടുത്തും. ഇപ്പോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, അല്ലെ T2G ഓർബിറ്റൽസ് 3 ഓർബിറ്റൽസ് സെയിം എനർജിയാണ്, ഡീജനറേറ്റഡ് ആണ്. രണ്ട് ഓർബിറ്റൽസ് dx²y² dz² അവര് ഡീജനറേറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീജനറസി റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ സിമെട്രി ഇതാവുന്നുണ്ട്, സിമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും, അല്ലെങ്കിൽ ജോമെട്രി മോളിക്യൂളിന്റെ ജോമെട്രി ആസ് എ ഓൾ അത് ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ ഇതാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. ബേസിക്കലി സംഭവിക്കുന്നത് എനർജി റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡീജനറസി റിമൂവ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിന്റെ എനർജി കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഓക്കെ, സോ ജോമെട്രി ഓഫ് ദി മോളിക്യൂൾ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് ബൈ ദിസ് ഫിനോമിനൻ. Geometry of molecule get distorted. Then octahedral കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയാണ് നടക്കുന്നത്? നോൺ ലീനിയർ മോളിക്യൂൾ ആണ്, സെൻട്രോസിമെട്രിക് മോളിക്യൂൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ, ഒക്ടാഹെഡ്രൽ ജോമെട്രി അല്ലെ. ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ സിക്സ് ലിഗാൻഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് എൻ ഒക്ടാഹെഡ്രൽ സിസ്റ്റം. സോ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ദിസ് ഇസ് എ നോൺ ലീനിയർ മോളിക്യൂൾ. ഈ മോളിക്യൂൾ നോൺ ലീനിയർ ആണ്. അതുപോലെ തന്നെ സെൻട്രോസിമെട്രി ഉള്ള ഒരു മോളിക്യൂളാണ്. സെൻട്രോസിമെട്രി എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, ബേസിക് ആണ്. അപ്പോൾ സെൻട്രോസിമെട്രി ഉള്ള മോളിക്യൂളാണ്. ജസ്റ്റ് ഇതിനെ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതാണ് സെന്റർ. അപ്പൊ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എക്സാക്ട്ലി സെയിം ലിഗാൻഡ്സിന് തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്. സോ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ നടന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഒക്ടാഹെഡ്രൽ ഇതെന്ന് പറയുന്നത് റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി ഉള്ള ഒരു സിസ്റ്റമാണ്. റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി ഉള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി മീൻസ് 6 ലിഗാൻഡ്സ് ഉണ്ട്, നടുക്ക് ഒരു മെറ്റൽ ഉണ്ടാവും. ദെൻ ഒക്ടാഹെഡ്രന്റെ 6 കോർണേഴ്സിൽ 1 2 3 4 ആക്സിയൽ 5 6. ഓക്കെ, അപ്പൊ ഈ 6 കോർണേഴ്സിലായിട്ട് 6 ലിഗാൻഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ 6 മെറ്റൽ ലിഗാൻഡ് ബോൺഡ്സും ഈക്വലന്റ് ആയിരിക്കും. ഈ ഓരോ മെറ്റലും ആ കറസ്പോണ്ടിങ് ലിഗാൻഡുമായിട്ട് ഫോം ചെയ്യുന്ന ബോൺഡ്സ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എല്ലാം ഈക്വലന്റ് ആയിരിക്കും. 6 മെറ്റൽ ലിഗാൻഡ് ബോൺഡ്സ് അല്ലേ ഇവിടെ വരുന്നത്? 1 2 3 4 5 6 മെറ്റൽ ലിഗാൻഡ്സ് ബോൺഡ്സ് ഉണ്ട്. അത് 6ഉം എന്തായിരിക്കും? ഈക്വലന്റ് ആയിരിക്കും, സെയിം ബോണ്ട് ലെങ്ത് ആയിരിക്കും. 6ന്റെയും ബോണ്ട് ലെങ്ത് സെയിം ആയിരിക്കും, ഒന്നോ കൂടുതലോ കുറവോ ഒന്നുമില്ല. ഇതാണ് ഒരു പെർഫെക്റ്റ് റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്.
അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഈ പറയണ പോലെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ എങ്ങനെയായിട്ട് മാറും? രണ്ട് രീതിയിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ സംഭവിക്കാം. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ ഇലോങ്ങേഷൻ ആണ്, അല്ലെങ്കിൽ കംപ്രഷൻ ആണ്. അതായത് ചില കേസിൽ ഈ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ ഈ ഇസഡ് ആക്സിസ്, നമ്മൾ ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിൽ ലിഗാൻസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്സിസ്, ഈ ആക്സിൽ ഇരിക്കുന്ന രണ്ട് ലിഗാൻസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ആക്സിസ്, ഇതിനെയാണ് നമ്മൾ നോർമലി ഇസഡ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇസഡ് ആക്സിസിന് എലോങ് ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലിഗാൻസ്. എന്തുകൊണ്ടാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അടുത്തതായിട്ട് പറയും. ഇത് അസിമെട്രിക് ഫീലിംഗ് കൊണ്ടാണെന്ന് പറയും. അപ്പൊ അതെന്താണെന്നൊക്കെ ഉള്ളത് കേസസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഇതെടുക്കുക. എന്താണ് ഈ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലിഗാൻസ്. അപ്പൊ ഇവിടെയാണ് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, അലോങ് ദി ഇസഡ് ആക്സിസ്. അപ്പോൾ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലിഗാൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഫാർ അപ്പാർട്ടായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് ലിഗാൻഡുകളും കുറെ കൂടെ ദൂരെ നിൽക്കും. അപ്പൊ അതാണ് ടെട്രഗണൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന കേസ്. ടെട്രഗണൽ ഇലോങ്ങേഷൻ, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ. ഓക്കെ, സെഡ് ഔട്ട് പുറത്തേക്ക് പോകുന്നു. ഈ രണ്ട് ലിഗാൻസും ഇലോങ്ങേറ്റഡ് ആയി പോകും. എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലിഗാൻസ് കുറച്ചുകൂടെ ദൂരെയായിട്ട് മാറി നിൽക്കുന്ന കേസ്. അപ്പോൾ എലോങ് ദി ഇസഡ് ആക്സിസ് എന്ത് സംഭവിക്കും? ഇലോങ്ങേഷൻ സംഭവിക്കും. സോ അതിനെയാണ് നമ്മൾ ടെട്രഗണൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെഡ് ഔട്ട് ജോമെട്രി. അപ്പൊ ഇങ്ങനൊരു ഇലോങ്ങേഷൻ കേസിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ലിഗാൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇക്വിറ്റോറിയൽ ബോൺസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇതിനെ വേണമെങ്കിൽ ആക്സിൽ ബോൺസ് എന്ന് കൺസിഡർ ചെയ്യാം. 1 2 3 4 ഈ 4 ഇക്വിറ്റോറിയൽ ബോൺസിന് വേറൊന്നുമില്ല, അത് ഇക്വലന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ 4 മെറ്റൽ ലിഗാൻസ് ബോൺസ് ഈക്വൽ ആയിരിക്കും. ഇവർക്ക് 4 പേർക്ക് സെയിം ബോണ്ട് ലെങ്ത് ആയിരിക്കും വരിക. പക്ഷേ എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന 2 പേരുടെ ബോണ്ട് ലെങ്ത് എന്തായി? കൂടി. സെഡ് ഔട്ടിന്റെ കേസിൽ ഇവരുടെ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. 2 മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്, ബട്ട് ദ റെസ്റ്റ് ഓഫ് ദി 4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡിഫറെന്റ് ആണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് ബോണ്ട് ലെങ്ത് ഇവിടെ വന്നു. 4 പേർക്ക് ഒരു ടൈപ്പ്, വേറെ 2 പേർക്ക് വേറൊരു ടൈപ്പ് ഓഫ് ബോണ്ട് ലെങ്ത് ആണ് ഇവിടെ വന്നത്. ഹയർ ബോണ്ട് ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് അത് ക്ലിയർ ആണ്, ഇലോങ്ങേഷൻ. പിന്നെ സെഡ് ഔട്ട് എന്ന് വേറൊരു പേര് വരാൻ കാരണം പുറത്തേക്ക് പോവാണ് സെഡ് ആക്സിസിന് എലോങ് ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ്. ഓക്കെ, ഇത് സെക്കൻഡ് കേസ് ആണ്. ഇതിനെ നമ്മൾ ടെട്രഗണൽ കംപ്രഷൻ എന്ന് പറയും. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു റെഗുലർ ആയിട്ടിരിക്കുന്ന ആളിന് എന്ത് സംഭവിച്ചു? എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് ഫാർ അപ്പാർട്ട് ആയിട്ട് മൂവ് ചെയ്തു. സോ എലോങ് ദി ഇസഡ് ആക്സിസ് ഇലോങ്ങേഷൻ സംഭവിച്ചു. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് കുറച്ചുകൂടെ അടുത്തേക്ക് വരുന്നു. ഇവര് രണ്ടും അടുത്തേക്ക് മൂവ് ചെയ്യുന്നു വിചാരിച്ചു. ഇവ രണ്ട് ക്ലോസ് ആയിട്ട് മൂവ് ചെയ്ത എന്തായിരിക്കും നമുക്ക് ജോമെട്രി കിട്ടുക? അതാണ് ടെട്രഗണൽ കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇത് രണ്ടും ദൂരേക്ക് മൂവ് ചെയ്തു. സെക്കൻഡ് കേസിൽ എന്ത് ചെയ്തു? കംപ്രഷന്റെ കേസിൽ കംപ്രസ്ഡ് ആവുകയാണ്. അപ്പൊ ഈ ലിഗാൻഡ് കുറച്ചുകൂടെ അകത്തേക്ക് ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്നു, ഈ ലിഗാൻഡ് കുറച്ചുകൂടെ അകത്തേക്ക് ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ജോമെട്രി കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ജോമെട്രി അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ബോണ്ടിന്റെയും ലെങ്ത് കുറഞ്ഞു. റെഗുലർ ജോമെട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലിഗാൻസും അകത്തേക്ക് കംപ്രസ്ഡ് ആയത് കാരണം ഈ രണ്ട് മെറ്റൽ ലിഗാന്റെയും ബോണ്ട് ലെങ്ത് ഡിക്രീസ്ഡ് ആയി ഇവരുടെ ബോണ്ട് ലെങ്ത് അപ്പോൾ കൂടുതലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഈ സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ ആണ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിന്റെ മേലേക്കും താഴേക്കും ഇസഡ് ആക്സിസിലാണ് ഈ രണ്ട് ലിഗാൻസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒക്ടാഹെഡ്രൽ ജോമെട്രിനെ പറ്റി ഐഡിയ ഉണ്ടാവും. സോ ഈ 4 ലിഗാൻസ് സ്ക്വയർ എന്ന് പറയുന്ന പ്ലെയിൻ ആണ്, അവിടെയാണ് 4 ലിഗാൻസും, അത് എക്സ് വൈ പ്ലെയിൻ ആണ്. Then these 2 ligands are oriented in z axis.
ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ XY പ്ലെയിനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ 4 ലിഗാൻഡ്സിന്റെയും ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. ഇസഡ് ആക്സിസിൽ ഈ 2 മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ലെങ്തിനെക്കാട്ടിലും ബോണ്ട് ലെങ്ത് കൂടി ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന 4 ലിഗാൻഡ്സിന്റെയും ബോണ്ട്സിന്. ഇവിടെയും 2 ടൈപ്പ് ഓഫ് ബോണ്ട്സ് ആണ് ഉള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ടൈപ്പ്, ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന 2 പേർക്ക് വേറൊരു ടൈപ്പ് ഓഫ് ബോണ്ട്. ഓക്കെ. പക്ഷേ ഇവിടുത്തെ 4 മെറ്റൽ ലിഗാൻഡ്സ് ബോണ്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 2 മെറ്റൽ ലിഗാൻഡ്സ് ബോണ്ട്. അപ്പൊ ഈ XY പ്ലെയിനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നവരുടെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ലെങ്ത് ആയിരിക്കും കൂടുതൽ. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു കേസ്. ഓക്കെ. അപ്പൊ ദിസ് ഇസ് ഇലോങ്ങേഷൻ, ദിസ് ഇസ് കംപ്രഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇലോങ്ങേഷൻ വിളിക്കുന്ന വേറൊരു പേരാണ് സെഡ് ഔട്ട്, സെഡ് ആക്സിസ് നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് സെഡ് ഇൻ, സെഡ് ആക്സിസിന് അകത്തേക്ക് വരുന്ന പോലെ 2 ലിഗാൻഡ്സ്. ഓക്കെ. അപ്പൊ ഇതാണ് ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആയില്ലേ. ഇപ്പം ഇത് റെഗുലർ ആയിരുന്നു, എല്ലാ ബോൺസും ഇക്വലന്റ് ആയിരുന്ന റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി മാറി ഡിസ്റ്റോർട്ടഡ് ഫോമിലേക്ക് വന്നു. ഇത് 2 ഡിസ്റ്റോർട്ടഡ് ഫോംസ് ആണ്. സോ ദിസ് ഇസ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. ഇതാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? വൈ ഇറ്റ് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് ഈ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ നടക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. എന്താ, സിമെട്രി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്, ഡീജനറൻസി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒക്ടാഹീഡ്രൽ ജോമെട്രിയുള്ള സിസ്റ്റത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഒക്ടാഹീഡ്രൽ ജോമെട്രി ഉള്ള എല്ലാ സിസ്റ്റത്തിലും ഇത് നടക്കണം എന്ന് നിർബന്ധം ഇല്ല. ഒക്ടാഹീഡ്രൽ ജോമെട്രി ഒക്കെ വരുന്ന ചില സിസ്റ്റത്തിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. അപ്പൊ അത് ഏത് സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിമെട്രിക് ഫില്ലിംഗ് ഉള്ളത്. ഓർബിറ്റൽസ് അസിമെട്രിക്കലി ഫിൽഡ് ആണ് എങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് മാത്രമേ നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. അസിമെട്രിക് ഫില്ലിംഗ്, അസിമെട്രിക് ഫില്ലിംഗ് ഉള്ള സിസ്റ്റത്തിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഒക്ടാഹീഡ്രൽ D1 സിസ്റ്റം ആണെന്ന് വിചാരിച്ചു. ഒക്ടാഹീഡ്രൽ D1 സിസ്റ്റം, ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവാം? 1 2 3 4 5 ഡീജറേറ്റഡ് ആയിരുന്ന ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്ത് T2G സെറ്റ് താഴെ, EG സെറ്റ് മുകളിൽ, ലൈക്ക് ഇങ്ങനെയല്ലേ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒക്ടാഹീഡ്രൽ സിസ്റ്റത്തിനകത്ത്. അപ്പൊ ഇവിടെ അസിമെട്രിക് ഫില്ലിംഗ് വരികയാണെന്ന് വിചാരിച്ചു. അപ്പൊ D1 സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ T2Gയിലേക്ക് പോകും. അപ്പൊ T2G സെറ്റ് ഇപ്പം അസിമെട്രിക്കലി ഫിൽഡ് ആണ്. ബിക്കോസ് ഒരു ഓർബിറ്റൽ ഇലക്ട്രോൺ ഉണ്ട്, ബാക്കി രണ്ടുപേരും വേക്കന്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഇവര് അസിമെട്രിക്കലി ഫിൽഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ അടുത്ത ഒരു D2 കേസ്, ഇവിടെ എന്താണ്, അസിമെട്രിക്കലി ഫിൽഡ് ആണ്. ബിക്കോസ് ഒന്നിൽ ഇലക്ട്രോൺ ഇല്ല, ബാക്കി 2 ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അസിമെട്രിക് ഫില്ലിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അടുത്തൊരു D3 കേസ് എടുക്കാൻ വിചാരിച്ചു. എന്താണ് D3 കേസ്? 3 ഓർബിറ്റൽസ് ഈക്വലി ഫിൽഡ് ആണ്. ഇവിടെ അസിമെട്രിക് ഫില്ലിംഗ് വരുന്നില്ല, ബിക്കോസ് 3 ഓർബിറ്റൽസും എന്താണ്, ഈക്വലി ഫിൽഡ് ആണ്, ഒരുപോലെ ഫിൽ ചെയ്തിരിക്കുകയാണ്. അസിമെട്രി ഒന്നും ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു D4 കേസ് വരുവാണ്. അപ്പം 2 കേസ് ഉണ്ട്. D4 സിസ്റ്റം വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ അടുത്ത ഇലക്ട്രോൺ ഇവിടേക്ക് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇലക്ട്രോൺ എവിടെ പോവാം, ഹയർ എനർജിയിലേക്ക് പോവാം. അപ്പൊ ബേസിക് ഐഡിയ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ 2 കേസ് ഉണ്ട് D4-ന്. ആ 2 കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ്, D4 സിസ്റ്റം ആണെങ്കിൽ അടുത്ത ഇലക്ട്രോൺ ഇവിടെ തന്നെ ഫില്ല് ചെയ്യാണ്, T2Gയിൽ ഫില്ല് ചെയ്യാണെന്ന് വിചാരിച്ചു. T2Gയിൽ ഫില്ല് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും കേസ്? എഗെയിൻ ഇവിടെ ഒരു അസിമെട്രിക് ഫില്ലിംഗ് വരുന്നുണ്ട്. ബിക്കോസ് ഓരോ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് വെച്ച് ഫിൽഡ് ആയി, ബാക്കി 2 ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇത് അസിമെട്രിക്കലി ഫിൽഡ് ആണ്. ഇനി D4-നകത്ത് ഇവിടെ അല്ല ഇലക്ട്രോൺ പോകുന്നത്, പകരം 1 2 3 4th ഇലക്ട്രോൺ ഹൈ എനർജിയിൽ പോയെന്ന് വിചാരിച്ചു. സ്റ്റിൽ ഇവിടെ ഒരു അസിമെട്രിക് ഫില്ലിംഗ് വരുന്നുണ്ട്. ഇവിടെ T2Gയിലെ അസിമെട്രിക് ഫീലിംഗ് ഒന്നുമില്ല. T2G എന്ന് പറയുന്ന ഡീജനറേറ്റ് സെറ്റിനകത്ത് അത് സിമെട്രിക്കലി ഫിൽഡ് ആണ്. പക്ഷേ EGയിൽ എന്തുണ്ട്, അസിമെട്രിക് ഫീലിംഗ് വരുന്നുണ്ട്. ബിക്കോസ് ഒരു ഓർബിറ്റൽ ഒരു ഇലക്ട്രോൺ, നെക്സ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ അസിമെട്രിക് ഫില്ലിംഗ് വരുന്ന കേസിലാണ് നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സിമെട്രിക്കലി ഫിൽഡ് ആണ് എങ്കിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല, കൺഫേം ആണ്, ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ.
ഇനി ഇ ജി സെറ്റിലാണ് അസിമെട്രിക് ഫില്ലിംഗ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വളരെ കൂടുതലായിരിക്കും. ഇ ജി സെറ്റിലാണെങ്കിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വളരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ടി ടു ജി സെറ്റിൽ അസിമെട്രി കാരണം ഉണ്ടാവുന്ന ഇങ്ങനെ ഉണ്ടാവുന്ന ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വളരെ വീക്ക് ആയിരിക്കും. ഓക്കെ.